ദയനീയമായ അവസ്ഥ കണ്ട് ചോർന്നൊലിക്കുന്ന വീടുകൾ, വിണ്ടുകീറിയ വീടുകൾ. അട്ടപ്പാടി അഗളി പഞ്ചായത്തിലെ ബൂതിവഴി ഊരിലെ ഭവന തട്ടിപ്പിനിരയായ ആദിവാസി കുടുംബങ്ങളുടെ ദുരിത ജീവിതം കണ്ടറിഞ്ഞ വസ്തുതാന്വേഷണ സംഘം ഗ്രീൻ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി TV രാജൻ, അഡ്വക്കേറ്റ് PA പൗരൻ എന്നിവരുടെ നേതൃത്വത്തിൽ 15 സംഘമാണ് സന്ദർശനം നടത്തിയത്. വേനൽ മഴയിൽ പോലും ചോർന്നൊലിക്കുന്ന വീടുകളിലാണ് ആദിവാസികൾ കഴിയുന്നത്. ആവശ്യത്തിന് സിമന്റ് ഇല്ലാത്തതിനാൽ ചുമരുകൾ വിണ്ടുകീറി തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന തരത്തിലാണ് ഭിത്തികൾ. മേൽക്കൂര വാർത്തപ്പോൾ ആവശ്യത്തിന് കമ്പി പോലും ഉപയോഗിക്കാത്തതിനാൽ ഫാൻ സ്ഥാപിക്കാൻ കഴിയാത്ത ദുരിതവും ചില വീട്ടുകാർ പങ്കുവച്ചു. അടി പോലുമില്ലാത്ത തറയിൽ കെട്ടിപ്പൊക്കിയ വീടുകൾ ബലക്ഷയം കാരണം മഴയിൽ നിലം പൊത്താവുന്ന അവസ്ഥയിലുമാണ്. അട്ടപ്പാടി ബൂതിവഴി ഊരിലെ 7 കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിനുള്ള 13.62 ലക്ഷം രൂപ തട്ടിയെടുത്ത് വഞ്ചിച്ചതിന് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത 3 കേസുകളിലും ഒന്നാം പ്രതി CPM മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീറാണ്. ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഇപ്പോൾ ബഷീർ. നിലമ്പൂർ മയ്യന്താനിയിലെ അബ്ദുൽ ഗഫൂർ, അട്ടപ്പാടിയിലെ പഞ്ചായത്ത് അംഗമായിരുന്ന ജാക്കിർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. റങ്കി, രേഷി, കലാമണി, പാപ്പാൾ, കാളിക്കാടൻ, ശാന്തി, ചെല്ലി എന്നിവരാണ് തട്ടിപ്പിനിരയായത്. PM ബഷീർ നിലമ്പൂർ നഗരസഭാ അംഗമായിരിക്കെ 2015-16 അട്ടപ്പാടി ബൂതിവഴി ഊരിലെ ആദിവാസികളുടെ ഭവന നിർമ്മാണത്തിനായുള്ള ADSP പദ്ധതിയുടെ കരാറുകാരനായത്. അഗളിയിലെ പഞ്ചായത്ത് അംഗമായ ജാക്കറിന്റെ സഹായത്തോടെയാണ് ബഷീറും സുഹൃത്തായ അബ്ദുൽ ഗഫൂറും കരാറുകാരായി എത്തിയത്. സിമന്റ് പോലും ആവശ്യത്തിന് ഉപയോഗിക്കാതെ യാതൊരു ഗുണനിലവാരവുമില്ലാതെയാണ് വീട് പണി നടത്തിയത്. പണി പൂർത്തീകരിക്കാതെ 3 ഗഡുക്കളായി 3,82,000 രൂപ ഓരോ കുടുംബത്തിൽ നിന്നും വാങ്ങിയെടുത്തു. ശുചിമുറികളും വാതിലും നിലം പണിയും അടക്കം പൂർത്തീകരിക്കാതെ വീട് വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലായപ്പോൾ ഇവർ പ്രതിഷേധിച്ചു. വീടുകൾ വിണ്ടുകീറുകയും മഴയത്ത് ചോർന്നൊലിക്കാനും തുടങ്ങി. ഇതോടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഓരോ കുടുംബത്തിനും സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 1,28,500 രൂപ അനുവദിച്ചു. ഇതറിഞ്ഞ ബഷീർ ഭവന പദ്ധതിയിൽ ഉൾപ്പെടാത്ത പണം തട്ടിയെടുക്കുന്നതിന് ഊരിലെത്തി. അടുത്ത ഗഡു പണം ലഭിക്കാൻ എല്ലാവരെയും ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് ഓരോരുത്തരുടെയും അക്കൗണ്ടിലെത്തിയ 1,28,000 രൂപ രേഖകളിൽ ഒപ്പുവെപ്പിച്ച് ബഷീറിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. ഓരോരുത്തർക്കും 500 രൂപ നൽകി കോളനിയിൽ തിരികെ വിടുകയും ചെയ്തു. പിന്നീടാണ് കബളിപ്പിക്കപ്പെട്ട വിവരം ഇവർ മനസ്സിലാക്കിയത്. ഇതോടെ അഗളി പോലീസിൽ പരാതി നൽകി. അഗളി പോലീസ് അബ്ദുൽ ഗഫൂറിനെ 1ാം പ്രതിയും ബഷീറിനെ 2ാം പ്രതിയുമാക്കി കേസെടുത്തു. കേസ് അട്ടിമറിക്കാൻ ഇടപെടലുമുണ്ടായി. ഇതോടെ അന്നത്തെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി AK ബാലനെ കണ്ട് പരാതി പറഞ്ഞു. മന്ത്രി AK ബാലന്റെ ഇടപെടലിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ക്രൈംബ്രാഞ്ച് PM ബഷീറിനെ 1ാം പ്രതിയാക്കി കേസെടുത്തു. അറസ്റ്റിലായ ബഷീർ 5 ദിവസം റിമാൻഡിൽ ജയിലിലായിരുന്നു. കേസിന്റെ വിചാരണ നടപടി നീട്ടിക്കൊണ്ടുപോകാനും നീക്കമുണ്ടായി. ഇതോടെ തട്ടിപ്പിനിരയായ കലാമണി ഹൈക്കോടതിയെ സമീപിച്ചു. 3 മാസത്തിനകം വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതിനിടെ PM ബഷീർ ഹൈക്കോടതിയെ സമീപിച്ച് വിചാരണക്ക് സ്റ്റേ നേടുകയായിരുന്നു. സ്റ്റേ നീക്കാൻ ഇതുവരെയും ഹൈക്കോടതിയെ സമീപിക്കാതെ സർക്കാർ ബഷീർ അടക്കമുള്ള പ്രതികളെ സഹായിക്കുകയാണ്. സ്റ്റേ നീക്കി വിചാരണ ആരംഭിക്കാൻ കലാമണി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വിചാരണ നടപടികൾക്കിടെ തട്ടിപ്പിനിരയായ പാപ്പാൾ, കാളിക്കാടൻ എന്നിവർ മരണപ്പെട്ടു. അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് ഇരുവരും യാത്രയായത്. മഴയിൽ ചോർന്നൊലിക്കുന്ന വാസയോഗ്യമല്ലാത്ത വീടുകളിലാണ് ആദിവാസികൾ കഴിയുന്നതെന്നും നീതിക്കായി 8 വർഷമായി ഇവർ നടത്തുന്ന നിയമ പോരാട്ടത്തിന് പിന്തുണ നൽകുമെന്നും അഡ്വക്കേറ്റ് PA പൗരൻ, TV രാജൻ എന്നിവർ പറഞ്ഞു. മാണി പറമ്പേട്ട്, ശബരി മുണ്ടക്കൽ, ഡോക്ടർ PG ഹരി, K കാർത്തികേയൻ, KV മുസ്തഫ അടക്കമുള്ളവരും വസ്തുതാന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ദയനീയമായ അവസ്ഥ കണ്ട് ചോർന്നൊലിക്കുന്ന വീടുകൾ, വിണ്ടുകീറിയ വീടുകൾ, ഫൗണ്ടേഷൻ ഒരടി മാത്രം ഫൗണ്ടേഷനിൽ കെട്ടിപ്പൊക്കിയ വീടുകൾ. അത് ആ വീടുകളിൽ പലതും തന്നെ മട്ടിപ്പൊടി മാത്രം, സിമൻറ്റ് പേരിന് മാത്രം ഇട്ടിട്ടാണ് തേച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീടിൻ്റെ സീലിങ്ങിൽ അവർ ഫാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അവർ കമ്പി തിരഞ്ഞപ്പോൾ ആ കമ്പി കാണാൻ പോലും കഴിഞ്ഞില്ല. എന്നിട്ട് ആ വീട്ടുകാർ ഫാൻ വെക്കാതെ ഇരിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അത്ര കണ്ട്
ഈ മെയിൻ്റനൻസിന് ഒരു നിവൃത്തിയുമില്ല. അതേപോലെ തന്നെ ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. 6 ലക്ഷം രൂപയിൽ നിന്ന് ഏതാണ്ട് 3 ലക്ഷം രൂപ മാത്രം ചെലവ് കഴിച്ചുകൊണ്ട് നിർമ്മിക്കാവുന്ന തരത്തിലുള്ള വീടുകളല്ല. അപ്പോൾ ഇത് എന്തായാലും ശരി ഒരു പൊതുപണത്തിൻ്റെ ദുർവിനിയോഗമാണ്. ഇത് ചില കരാറുകാർക്ക് സമ്പന്നരാകാൻ വേണ്ടിയിട്ട് ഒരു നീക്കമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഏത് കാര്യങ്ങൾ ഉപയോഗിച്ചാണെങ്കിൽ ശരി ഈ വീട് വാസയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ ഓരോ വീടിനും ഇനി എത്ര രൂപ കണ്ട് ചെലവഴിച്ചാലേ ഇത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ എസ്റ്റിമേറ്റ് ഞങ്ങൾ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിന് സർക്കാരിൻ്റെയും അതേപോലെ തന്നെ ITDPയുടെയും മറ്റും സഹകരണവും പ്രാദേശിക സഹകരണവും തേടിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഊതി വഴി ഊരിലെ ഈ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം കേരളത്തിലെ സമൂഹം ഒന്നടക്കമുണ്ടാവും. അത് മാത്രം വാക്തത്വം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.